ഹലോ എവരിവൺ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ PSC SSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് ഒന്നോ രണ്ടോ മാർക്കൊക്കെ എന്ത് ചെയ്യും, കുറേ ചോദ്യങ്ങൾ വരുന്ന എവിടെ നിന്നായിരിക്കും ഈ നമ്മുടെ അടുത്തിടെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ വർഷങ്ങളിലൊക്കെ നൊബേൽ സമ്മാനം അല്ലേ, നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ വർഷത്തെ, അതായത് 2024-23 നൊബേൽ സമ്മാന ജേതാക്കളെ കുറിച്ചാണ്. ഓക്കെ, അവർക്ക് ഏതൊക്കെ ഫീൽഡിൽ അവർക്ക് നൊബേൽ സമ്മാനം കിട്ടിയിരിക്കുന്നത്, അപ്പോൾ ഏതൊക്കെ വ്യക്തികളാണ്, അതല്ല ഏത് രാജ്യക്കാരാണ്, ഓക്കെ, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെച്ച് താമസിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ 2023-24 നൊബേൽ സമ്മാന ജേതാക്കളാണ്. ഓക്കെ, അറിയാലോ, ആൽഫ്രഡ് നോബലിന്റെ സ്മരണാർത്ഥമാണ് നൊബേൽ പ്രൈസ് കൊടുക്കുന്നതൊക്കെ അറിയാലോ. പുള്ളിയാണ് മറ്റേ ഡൈനാമൈറ്റ് ഒക്കെ കണ്ടുപിടിച്ചത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ, അതായത് 2023 നൊബേൽ സമ്മാനം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അതായത് 2023 നൊബേൽ സമ്മാനം നമ്മൾ ചെയ്യുന്നത് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നുണ്ട് വൈദ്യശാസ്ത്രം ഒക്കെ, വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിനും മറ്റേ അതിനകത്തുള്ള നൊബേൽ സമ്മാനം 2023 കിട്ടിയത് ആർക്കാണ്? കാറ്റലിൻ കരിക്കോ എന്ന് പറഞ്ഞ ആൾക്കാണ്. അതായത് കാറ്റലിൻ കരിക്കോ. ഓക്കെ, കാറ്റലിൻ കരിക്കോയ്ക്കും ഡ്രൂ വെയ്സ്മാനുമാണ് കിട്ടിയത്, വൈദ്യശാസ്ത്രത്തിൽ കിട്ടിയത് നൊബേൽ സമ്മാനം കിട്ടിയത്. ഏതാണ്? കാറ്റലിൻ കരിക്കോയ്ക്കും ഡ്രൂ വെയ്സ്മാനുമാണ് കിട്ടിയത്. 2023 വൈദ്യശാസ്ത്രത്തിന് കിട്ടിയത് നൊബേൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, അതിൻ്റെ നിങ്ങൾക്ക് സംശയം വരുന്ന ഒരു കാര്യമാണ്, അവർ ഏത് രാജ്യക്കാരായിരിക്കാം അല്ലേ? രാജ്യത്തിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹംഗറി ഓർ USA എന്നും എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സംശയം വരും, എന്തുകൊണ്ടായിരിക്കും ഹംഗറി ഓർ USA എന്ന് പറഞ്ഞ് കൊടുത്തിട്ടിരിക്കുന്നത് അല്ലേ? ഹംഗറി ഓർ USA എന്നുള്ള ഒരു സ്ലാഷിന് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും അല്ലേ? അതായത് ഒന്നുമില്ല, അവർക്ക് ഏത് സിറ്റിസൺ ആയിരിക്കും, ചിലപ്പം ഹംഗറിയിൽ ജനിച്ചു വളർന്ന് അവിടെ പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസവും അവരുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനൊക്കെ ചിലപ്പോൾ അവിടെ കഴിഞ്ഞതിന് ശേഷം റിസർച്ചും ബാക്കിയുള്ള കാര്യങ്ങളെ ബന്ധപ്പെട്ട് മറ്റുള്ള രാജ്യത്തിൽ ചെന്ന് റിസർച്ച് ചെയ്യുക, അവിടെ തന്നെ അവിടെ പഠിക്കുക. അതേപോലെ തന്നെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ 2 സിറ്റിസൺഷിപ്പ് ഉള്ള ആളുകളൊക്കെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ 2 രാജ്യങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 2 രാജ്യങ്ങളിൽ പറ്റും, ഇങ്ങനെ കാണാൻ പറ്റും. ഒരേ വ്യക്തികൾക്ക് 2 രാജ്യങ്ങളുടെ സിറ്റിസൺഷിപ്പ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഇല്ലാത്തതല്ലാതെ ബാക്കിയുള്ള രാജ്യങ്ങൾ ഡ്യുവൽ സിറ്റിസൺഷിപ്പിന് അവർക്ക് അർഹരായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ഈ അടുത്തടുത്ത് കാണുന്നത്. ഓക്കെ, വൈദ്യശാസ്ത്രത്തിന് 2023 നൊബേൽ സമ്മാനം കിട്ടിയ ആർക്കാണ്? കാറ്റലിൻ കരിക്കോയ്ക്കും ഡ്രൂ വെയ്സ്മാനുമാണ്. ആർക്കൊക്കെയാണ്? കാറ്റലിൻ കരിക്കോയ്ക്കും ഡ്രൂ വെയ്സ്മാനുമാണ്. അവർക്ക് എന്തിനായിരിക്കും കിട്ടിയത്? ഇങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ COVID-19 ഉണ്ടല്ലോ, COVID-19 നമ്മുടെ COVID-19 അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഫലപ്രദമായിട്ടുള്ള mRNA വാക്സിനുകൾ. ഓക്കെ, mRNA വാക്സിനുകൾ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സഹായിക്കുന്ന ന്യൂക്ലിയോസൈഡുകൾ. ഓക്കെ, ഈ ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കരണത്തിന് പരിഷ്കരിച്ചതിനാണ് കിട്ടിയത് അവർക്ക് നൊബേൽ സമ്മാനം കിട്ടിയത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അതായത് വേറെ രീതിയിൽ പഠിക്കുകയാണ്. വെയ്സ്മാൻ്റെ വീട്ടിലേക്ക് വെയ്സ്മാൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലേക്ക് വെയ്സ്മാൻ്റെ വീട്ടിലെ തെങ്ങിലെ കരിക്ക് വൈദ്യശാസ്ത്രത്തിൽ നല്ലതാണെന്ന് ആളുകൾ പറയുന്നത് കേട്ടു എന്നുള്ള രീതിയിൽ പോകുന്നതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, വെയ്സ്മാൻ്റെ വീട്ടിലെ കരിക്ക് വൈദ്യശാസ്ത്രത്തിൽ നല്ലതാണ്. ഓക്കെ, ഇങ്ങനെ പഠിച്ചൊക്കെ ഇത്തരത്തിലുള്ള ചെറിയൊരു കിറുക്ക് രീതിയിലൊക്കെ പഠിച്ചു വെച്ചാൽ നിങ്ങളുടെ മനസ്സിലിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്തിലോട്ട് കിടക്കാം. അടുത്തതാണ് ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? പിയറി അഗസ്റ്റിനിക്കാണ്. പിയറി അഗസ്റ്റിനിക്ക്. അവരാണ് ഫ്രാൻസ് USA ബേസ്ഡ് ആണ്. ഫ്രാൻസ് USA ബേസ്ഡ് ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഫ്രാൻസിൽ ജനിച്ചു വളർന്ന് അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം US ഉന്നത വിദ്യാഭ്യാസത്തിന് റിസർച്ചിന് വേണ്ടി പോകുന്നവരാണ് ഇവരൊക്കെ. ഓക്കെ, അതേപോലെ ആരൊക്കെയാണ്? ഫെൻഡറിക് ക്ലൗസ്, അതേപോലെ തന്നെ ആനി എൽ ഹുള്ളിയർ. ഓക്കെ, ആനിയൽ ഹുലിയർ എന്നിവരെയൊക്കെ ഭൗതിക ശാസ്ത്രത്തിന് കിട്ടിയത് നൊബേൽ സമ്മാനം കിട്ടിയതാണ് പിയറി അഗസ്റ്റിനിക്ക്. അതേപോലെ ഫെറൻ ക്രോസിനും അതേപോലെ ആർക്കാണ്? NL ഹുലിയന് കിട്ടിയത് ഫിസിക്സിന് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിന് കിട്ടിയത് നൊബേൽ സമ്മാനം കിട്ടിയത്. ഓക്കെ, ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം കിട്ടിയത്. ഓക്കെ, അതേപോലെ തന്നെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോസെക്കൻഡ്, അതായത് ലിക്വിഡിൽ ഇലക്ട്രോൺ ഡൈനാമിക്സ്. ഓക്കെ, ലിക്വിഡിൽ ഇലക്ട്രോൺ ഡൈനാമിക്സുകൾ പഠനത്തിനായിട്ട് പ്രകാശത്തെ അവർ വിട്ടതിന് ശേഷം ഒരു അറ്റോ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റോ സെക്കൻഡ് ഒക്കെ ഇത് ഫിസിക്സ് ബേസ്ഡ് ആണ്. ഓക്കെ, 10⁻⁻18 സെക്കൻഡ് ആണ്. ഓക്കെ, അറ്റോ സെക്കൻഡിൽ
ഇതിനെ കടത്തി വിട്ടതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, ആ സമയത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോണുകളെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും, പഠനം വിധേയമാക്കാൻ പറ്റും. നമുക്കറിയാലോ ഇലക്ട്രോൺ വളരെ സൂപ്പർ ഫാസ്റ്റ് വേഗതയിൽ സഞ്ചരിക്കുന്ന കണികളാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ അവരെക്കുറിച്ച് പഠിക്കുന്നത് വളരെ എന്ത് ചെയ്യുക പാടായിരുന്നു. അതേസമയം എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള അറ്റോ സെക്കൻഡിൽ ഇത്തരത്തിൽ ലേസറുകളും മറ്റും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ പ്രകാശങ്ങളും മറ്റും ഉപയോഗിച്ച് എന്ത് ചെയ്യുക ലിക്വിഡ് ഇലക്ട്രോണിക്സിന് എന്ത് ചെയ്യാൻ പറ്റും, അവരെന്ത് ചെയ്തു, ട്രാക്ക് എന്ത് ഫ്രീസ് ഒക്കെ ചെയ്ത് എന്ത് ചെയ്തു, അവർ പഠനവിധേയമാക്കിയാണ് അവർക്ക് എന്ത് കിട്ടിയത്, ഭൗതിക ശാസ്ത്രത്തിന് അല്ലെങ്കിൽ ഫിസിക്സിന് അവർക്ക് എന്ത് ചെയ്ത് നോബൽ പ്രൈസ് കിട്ടിയത്. ഈ 3 വ്യക്തികൾ എന്ത് ചെയ്യുക, 3 വ്യക്തികളുടെ പേര് എന്ത് ചെയ്യുക മറക്കാതെ പഠിച്ചു വെക്കുക. ഫിസിക്സിനെയാണ്. ഓക്കെ, ഫിസിക്സിന്റെ നൊബേൽ സമ്മാനം ഇടയ്ക്കിടെ ചോദിക്കാൻ ഫിസിക്സും ഭൗതിക ശാസ്ത്രവും വൈദ്യശാസ്ത്രം ഭൗതിക ശാസ്ത്രം എന്ത് ചെയ്യുക കൂടുതലായിട്ടും ചോദിക്കുന്നുണ്ട്. പിയറി അഗസ്റ്റിനിയും അതേപോലെ എന്താണ് ഫ്രാങ്ക് ക്രൗസ്, അതേപോലെ തന്നെ ആരൊക്കെയാണ്, ആനൽ ഹുലിയൻ. ഓക്കെ, ആനൽ ഹുലിയൻ. ഓക്കെ, അതിനകത്ത് മറ്റൊരു രീതി നിങ്ങൾക്ക് എന്ത് ചെയ്യുക പഠിച്ചു വെക്കാൻ വേണ്ടിയാണെങ്കിൽ എന്താണ്, ആനി എന്തെടുത്തു, ഫ്രാങ്ക് കൊടുത്ത് എന്ത് വാങ്ങി, പയർ വാങ്ങി എന്ന് പഠിച്ചു വെച്ചാൽ ആനി ഫ്രാങ്ക് കൊടുത്ത് പയർ വാങ്ങി. ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ മറ്റേ സ്വിറ്റ്സർലാൻഡൊക്കെ എന്താണ് ബന്ധപ്പെട്ട് അവർ കൊടുക്കുന്ന കറൻസിയോട് ബന്ധപ്പെട്ട ഒന്നാണ് മറ്റേ എന്താണ് ഈ ഫ്രാങ്ക് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഓർത്ത് ആനി എന്നൊക്കെ പേര് കിട്ടുമ്പോൾ അറിയാലോ ഇച്ചിരി യൂറോപ്യൻ ഒരു പേരൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആനി ഫ്രാങ്ക് കൊടുത്ത് എന്ത് വാങ്ങി, പയർ വാങ്ങിയെന്ന് ആലോചിച്ചത്. ആനി എന്താണ് ആനൽ ഹുലിയന്, ഫ്രാങ്ക് എന്ന് പറയുന്നതാണ് ഫ്രാങ്ക് ക്രൗസ്, അതേപോലെ തന്നെ പയർ നമ്മൾ ഉദ്ദേശിച്ചതാണ് പിയറി അഗസ്റ്റിനി. ഓക്കെ ആണല്ലോ, നീ മറന്നു പോകത്തില്ലല്ലോ. അപ്പോൾ എന്താണ് ഭൗതിക ശാസ്ത്രത്തിന് എന്താണ് നൊബേൽ സമ്മാനം കിട്ടിയ ആളുടെ പേര് നീ മറന്നു പോകത്തില്ലല്ലോ. ഓക്കെ, അടുത്തിലോട്ട് കിടക്കാം. അടുത്തത് രസതന്ത്രത്തിനാണ്. ഓക്കെ, എന്താണ് രസതന്ത്രത്തിനാണ്. രസതന്ത്രത്തിന് 2023 നൊബേൽ സമ്മാനം കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്നത് മൗഗി ജി ബെറൻഡി, അതേപോലെ തന്നെ ബെവൻഡി, അതേപോലെ തന്നെ ലൂയി ഇ ബ്രൂസ്, അതേപോലെ തന്നെ അലക്സി എ എക്കിമോവ്. ഓക്കെ, അലക്സി ഇ എക്കിമോവ് എന്നൊക്കെയുള്ള പേര് കേട്ടുമ്പോൾ തന്നെ അറിയാമില്ലേ, ഇവാനോവിച്ച്, അതേപോലെ തന്നെ എന്താണ് ദസ്തേവ്സ്കി എന്നൊക്കെയുള്ള ചില പേരുകളൊക്കെ നിങ്ങൾക്ക് വളരെ കഥ വായിക്കുന്നവരാണ്, എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന പേരുകളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് ഇവരൊക്കെ എന്ത് ചെയ്യുക, റഷ്യ, ആ പേരൊക്കെ നമുക്കറിയാം റഷ്യക്കാരൻ. ഓക്കെ, അതേപോലെ തന്നെ ലൂയി ഇ ബ്രൂസ്, അതേപോലെ എന്താണ് മൗഗി ജി ബെവേൻഡി, അതേപോലെ അവരൊക്കെ എന്താണ് രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ. രസതന്ത്രം എന്ന് പറയുമ്പോൾ കെമിസ്ട്രിക്ക് എന്ത് ചെയ്യുക നൊബേൽ സമ്മാനം കിട്ടിയവരാണ്. ഓക്കെ, ഇവർ ഏത് രാജ്യക്കാരാണ്, ഫസ്റ്റ് മൗഗി ബെവേൻഡി ഏത് രാജ്യക്കാരാണ്, ഫ്രാൻസ് USA ആണ്. അതേപോലെ തന്നെ ബ്രൂസ് ഏത് രാജ്യക്കാരനാണ്, അയാൾ USA ആണ്. ഏതാണ് USA ആണ്. അതേപോലെ തന്നെ അലക്സി എക്കിമോവ് ആരാണ്, എക്കിമോവ ഏത് രാജ്യക്കാരാണ്, പേര് തന്നെ ഉണ്ടെന്ത് റഷ്യയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠനം പിന്നെ അദ്ദേഹം ഇങ്ങോട്ട് മാറി USA മാറി. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കെമിസ്ട്രിയിൽ അപ്പോൾ അദ്ദേഹം എന്തിൻ്റെ പേരിലായിരിക്കും അദ്ദേഹത്തിന് എന്ത് ചെയ്യുക രസതന്ത്രത്തിന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ 3 പേർക്ക് എന്തിൻ്റെ പേരിലായിരിക്കും എന്ത് ചെയ്യുക കൊടുത്തിരിക്കുന്നത്. അവർ ഏതെങ്കിലും വിഷയത്തെ അടിസ്ഥാനമാക്കി അവർ എന്ത് ചെയ്യുക പഠനവിധേയമാക്കണമല്ലോ അല്ലേ. എന്തെങ്കിലും ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി പഠനവിധേയമാക്കി ആ പഠനം പ്രസിദ്ധീകരിച്ച് അതെന്ത് ചെയ്യാൻ പറ്റണം, കമ്മിറ്റിയുടെ മുന്നിൽ എന്ത് ചെയ്യണം, അത് വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇവർക്ക് ഇത്തരത്തിലുള്ള അവാർഡുകൾ ലഭിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ എന്തിനായിരിക്കും വേണ്ടി കൊടുത്തത്, ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിന് അതിൻ്റെ സമന്വയത്തിന് വേണ്ടിയായിരുന്നു. ഓക്കെ, ക്വാണ്ടം ഡോട്ട് എൻറ്റാങ്കിൾമെന്റ് എന്ന് പറയും. ഓക്കെ, എന്താ ക്വാണ്ടം ഡോട്ട് എൻറ്റാങ്കിൾമെന്റ് എന്നൊക്കെ പറയും ഫിസിക്സിൽ എന്താണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് പഠനം നടത്തേണ്ട പേരിലാണ് അവർക്ക് എന്ത് കിട്ടിയത്, രസതന്ത്രത്തിന് എന്ത് കിട്ടിയത്, അവർക്ക് നൊബേൽ സമ്മാനം കിട്ടിയത്. അപ്പോൾ ക്വാണ്ടം ഡോട്ട് എൻറ്റാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്, അതായത് ചില കണികളുണ്ട്, അത് ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ നമ്മുടെ ക്രിസ്റ്റൽസ്. അപ്പോൾ ആ ക്രിസ്റ്റൽസിൽ അവർ നടത്തിയ എന്താണ് പഠനങ്ങളാണ്. ചില ക്രിസ്റ്റൽസിനകത്തൊക്കെ നമുക്കറിയാൻ പറ്റും ചില അവരൊക്കെ ഈ ഇത്തരത്തിൽ ക്രിസ്റ്റൽസ് ഈ കോണ്ടന്റ് എൻറ്റാങ്കിൾമെന്റ് ഒക്കെ നടത്തുന്ന ക്രിസ്റ്റൽസ് പ്രത്യേകത അവരെ നമ്മൾ എന്ത് പറയും, അവർ ഒരു മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആറ്റംസ് എന്ന് വിളിക്കും. എന്താണ് ആർട്ടിഫിഷ്യൽ ആറ്റംസ് എന്നൊക്കെ വിളിക്കുക. അവരുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ എക്സൈറ്റ്മെന്റ് നമ്മൾ കേട്ടിട്ടില്ല, നമ്മുടെ എന്താണ് ഊർജ്ജം വന്ന് ഒരു പാക്കറ്റ് കൊണ്ട് എന്ത് ചെയ്യുക ആറ്റമിൽ ഇരിക്കുമ്പോൾ എക്സൈറ്റേഷൻ ഉണ്ടായ ഒരു ഇലക്ട്രോൺ മുകളിൽ പോയി ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റിംഗ് സ്റ്റേറ്റിൽ പോയി തിരിച്ചു വരുന്നതൊക്കെ നമ്മൾ ഫിസിക്സിനൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ 1 ഇലക്ട്രോൺ അല്ല പോകുന്നത്, 2 ഇലക്ട്രോൺ ഒരേ സമയം എന്ത് ചെയ്യും എക്സൈറ്റേഷന് വിധേയമാകും. ഓക്കെ, ഒരേ സമയം എന്ത് ഇതിന് എന്ത് എക്സൈറ്റേഷൻ വിജയം അതിനെ എന്ത് വിളിച്ചിരുന്നു, ബൈ എക്സൈറ്റേഷൻ എന്ന് വിളിച്ചു. എന്താ ബൈ എക്സൈറ്റേഷൻ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇതിനെ ബന്ധപ്പെട്ട പഠനത്തിനാണ് അവർക്ക് എന്ത് കിട്ടിയത്, രസതന്ത്രത്തിന് എന്ത് കിട്ടിയത്, നൊബേൽ സമ്മാനം കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെങ്ങനെ പഠിച്ചു വെക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായ ഒരു രീതിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്തിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കോഡുകൾ ഉണ്ടാക്കി പഠിക്കാൻ പറ്റും. നിങ്ങളുടെ തന്നെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാം, കോഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു രീതി പറയുകയാണെങ്കിൽ എന്താണ്, ലൂയി അലക്സ എടുത്ത് പറഞ്ഞ് എനിക്ക് എന്താ മൗംഗ്ലിയെ കുറിച്ച് രസകരമായ കഥ പറയാൻ പറഞ്ഞു. ഓക്കെ, ലൂയി അലക്സ എടുത്ത്, അലക്സ കൊണ്ടല്ല നമ്മുടെ
ഹേ അലക്സ എന്ന് പറയുന്നത്. ഓക്കെ, അലക്സ എടുത്ത് എന്താണ് മൗംഗ്ലിയെ കുറിച്ച് രസകരമായ കഥ പറയാൻ പറഞ്ഞു എന്ന് എന്ത് ഓർത്ത് വെച്ചാൽ എന്താണ് ലൂയി അലക്സ എടുത്ത് മൗംഗ്ലിയെ കുറിച്ച് രസകരമായ ഒരു കഥ പറയാൻ പറഞ്ഞു. ഓക്കെ, എന്താണ് അലക്സ എന്ന് പറഞ്ഞാൽ അലക്സി എക്കിമോവ്, അതേപോലെ തന്നെ എന്താണ് ലൂയി എന്ന് പറഞ്ഞാൽ ലൂയി ബ്രൂസ്, മൗംഗ്ലി എന്ന് പറഞ്ഞാൽ മൗംഗ്ലി എന്ന് എഴുതി വെക്കരുത്, മൗംഗ്ലി അല്ല മൗംഗിജി ബെബേൻജി. അപ്പോൾ എന്താ രസകരം എന്ന് പറയുന്നത് രസതന്ത്രം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താ രസതന്ത്രം പറഞ്ഞു, വൈദ്യശാസ്ത്രം പറഞ്ഞു, പിന്നെ എന്തൊക്കെ പറഞ്ഞു, ഭൗതികശാസ്ത്രം, വൈദ്യശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രവും നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ചർച്ച ചെയ്തു. അടുത്തത് ലിറ്ററേച്ചർ, സാഹിത്യം അല്ലേ. സാഹിത്യത്തിനുള്ള ലിറ്ററേച്ചറിനുള്ള എന്താണ് നൊബേൽ സമ്മാനത്തെ കുറിച്ചാണ് പറയുന്നത്. ആർക്കാണ് കിട്ടിയത്? ജോൺ ഫോഴ്സിനാണ്. അതാണ് ജോൺ ഫോഴ്സിനാണ് കിട്ടിയത്. ജോൺ ഫോഴ്സ് എവിടുത്തുകാരനാണ്? അദ്ദേഹം നോർവേക്കാരനാണ്. ആർക്കാണ്? നോർവേക്കാരനാണ്. ഓക്കെ, ജോൺ ഫോഴ്സിന് എന്ത് കിട്ടിയത്? സാഹിത്യത്തിന് ലിറ്ററേച്ചർ കിട്ടിയതാണ്. സാഹിത്യത്തിന് ലിറ്ററേച്ചറിന് എന്ത് കിട്ടിയത്? നൊബേൽ സമ്മാനം കിട്ടിയ ആർക്കാണ്? ജോൺ ഫോഴ്സിനാണ്. ജോൺ ഫോഴ്സ് ഏത് രാജ്യക്കാരനാണ്? നോർവേക്കാരനാണ്. ആർക്കാണ്? നോർവേക്കാരനാണ്. ഓക്കെ, അടുത്ത ഇനി ഒന്നുകൂടെ ഉണ്ട്. ഏതാണ്? സമാധാനം, പീസ് അല്ലേ, പീസ്. സമാധാനത്തിന് നൊബേൽ സമ്മാനം കിട്ടിയത് ആർക്കായിരുന്നു? നർഗസ് മുഹമ്മദിക്കായിരുന്നു. ആർക്കാണ്? നർഗസ് മുഹമ്മദി എന്ന് പറഞ്ഞാൽ ഏത് രാജ്യക്കാരനാണ്? ഈ പേര് കേട്ട രാജ്യക്കാരാണ്? പുള്ളി ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യക്കാരാണ്. ആരാണത്? ഇറാനാണ്. ഓക്കെ, ആരാണ്? ഇറാൻ പൗരനായിട്ടുള്ള നർഗസ് മുഹമ്മദിക്കാണ് എന്ത് കിട്ടിയത്? സമാധാനത്തിലുള്ള നൊബേൽ പ്രൈസ് 2023 കിട്ടിയിരുന്നത്. എന്തിനാന്നുള്ള താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമല്ലോ. ഇറാനിലെ സ്ത്രീകളുടെ അടിച്ചമർത്തലിനെതിരെയും എല്ലാവർക്കും വേണ്ടിയുള്ള മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള അവരുടെ പോരാട്ടങ്ങൾക്ക് വേണ്ടിയാണ് എന്ത് നടത്തിയത്? അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾക്കാണ് എന്ത് കൊടുത്തത്? നൊബേൽ സമ്മാനം 2023 അദ്ദേഹത്തിന് നൽകി പോന്നിരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് സമാധാനത്തിന് കിട്ടിയത് ആർക്കാണ്? നർഗസ് മുഹമ്മദിക്കാണ്. ആർക്കാണ്? നർഗസ് മുഹമ്മദിക്കാണ്. ഓക്കെ, നർഗസ് മുഹമ്മദി എന്നുള്ള പേര് കേട്ടത്തന്നെ ഓർത്ത് വെച്ചാൽ അതാണ് സമാധാനത്തിനാണ്. അതേപോലെ തന്നെ ജോൺ ഫോഴ്സ്. ഓക്കെ, ജോൺ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയ ആർക്കാണ്? 2023 ജോൺ ഫോഴ്സിനാണ്. ഓക്കെ, ജോൺ ഫോഴ്സിനാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് അവസാനമായി വന്നിരിക്കുന്നതാണ് സാമ്പത്തിക ശാസ്ത്രം. ഓക്കെ, സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലേ. എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്നവർക്ക് അറിയാല്ലേ, ഓരോ വർഷത്തെ നൊബേൽ സമ്മാനം പിടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ എക്കണോമിക് സയൻസിന്റെ ഒക്കെ ഇല്ലേ. നമ്മൾ അമത്യാസനെ പോലെ അല്ലേ, അമത്യാസനൊക്കെ കിട്ടിയതല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ആർക്കാണ് കിട്ടിയത്? ക്ലോഡിയ ഗോൾഡിനാണ്. എന്താണ്? ക്ലോഡിയ ഗോൾഡിനാണ്. ഓക്കെ, ക്ലോഡിയ ഗോൾഡിനാണ് എന്ത് കിട്ടിയത്? USA-ക്കായ ക്ലോഡിയ ഗോൾഡിനാണ് എന്ത് കിട്ടിയത്? സാമ്പത്തിക ശാസ്ത്രത്തിന് എന്ത് കിട്ടിയത്? നൊബേൽ സമ്മാനം ലഭിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ സ്ത്രീ വനിത ആരായിരുന്നു? ഇത് ക്ലോഡിയ ഗോൾഡിന. അവർ ഏത് രാജ്യക്കാരിയാണ്? USA-ക്കാരിയാണോ? അല്ല, ആരാണ്? USA-ക്കാരിയാണ്. അതേപോലെ തന്നെ എന്തിനാണ് അവർക്ക് കൊടുത്തത്? എന്തിനാ വെറുതെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, എന്തെങ്കിലും കാരണം വേണമല്ലോ. എന്താണ് കൊടുത്തത്? സ്ത്രീകളുടെ തൊഴിൽ വിപണിയിലെ ഫലങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ വികസിപ്പിച്ചതിനാണ്. എന്താണ്? സ്ത്രീകളുടെ തൊഴിൽ വിപണിയിലെ ഫലങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് കൊടുത്തത്? അവർക്ക് സാമ്പത്തിക ശാസ്ത്രത്തിന് എന്ത് കൊടുത്തത്? എന്തെടുത്തത്? നൊബേൽ സമ്മാനം കൊടുത്തത്. അവരാരാണ്? അവർ അത്യമൊരു ജമ്മാണ്, അവരൊരു ഗോൾഡാണ്. അവരെന്തുകൊണ്ട് വിളിച്ചു? അവരെ ഗോൾഡ് എന്ന് വിളിച്ചു. ഓക്കെ, എന്താണ്? ഒരു ഗോൾഡാണ്. അവരെന്തെങ്കിലും വിളിച്ചു? അവരെ ഗോൾഡ് എന്ന് വിളിച്ചു. അപ്പോൾ എന്ത് സാമ്പത്തിക ശാസ്ത്രത്തിന് എന്ത് ആർക്കാണ് കിട്ടിയത്? ഗോൾഡിനാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഗോൾഡിനാണ് കിട്ടിയത്. ആരാണ് കിട്ടിയത്? ക്ലോഡിയ ഗോൾഡിനാണ് കിട്ടിയത്. 2023 കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2024 കടക്കാം. 2024 കടക്കാം. ഓക്കെ, 2024 നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. ഓക്കെ, വൈദ്യശാസ്ത്രത്തിന് നമ്മളറിയാം, നമ്മൾ ആദ്യം തുടങ്ങുന്നത് തന്നെ അവിടെ തന്നെ വൈദ്യശാസ്ത്രത്തിലാണ്. ഓക്കെ, വൈദ്യശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ ആർക്കാണ്? വിക്ടർ ആംബ്രോസ്. ഏത് രാജ്യക്കാരനാണ്? USA-ക്കാരനാണ്. ഓക്കെ, അതേപോലെ തന്നെ ഗാരി റൂക്കോൻ. ആരാണ്? ഗാരി റൂക്കൻ. ആദ്യ രാജ്യക്കാരനാണ്? USA-ക്കാരനാണ്. ആർക്കാണ്? വിക്ടർ ആംബ്രോസ് USA-ക്കാരനാണ്. ഗാരി റൂക്കൻ ആരാണ്? USA-ക്കാരനാണ്. ഇത് ശ്രദ്ധിച്ചോ, ഏറെക്കുറെ എല്ലാം നൊബേൽ സമ്മാനം കിട്ടുന്ന ആർക്കാണ്? ഇത്തരത്തിൽ USA ബേസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ്. ഓക്കെ, നോർവേയിലായാലും കാനഡയിലായാലും ജനിച്ചാൽ പോലും തന്നെ എന്ത് ചെയ്യാം? ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പോകും. USA പോയ ശേഷം എന്താണ്? അവിടെ നിന്നാണ് അവർ എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള അക്കംപ്ലിഷ്മെന്റ്സ് ഒക്കെ നടത്തിയതിനു ശേഷം എന്ത് ചെയ്യുക? നൊബേൽ സമ്മാനങ്ങളൊക്കെ മേടിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? പൊതുവെ ഏർപ്പെടെല്ലാം വരുന്നത് എങ്ങനെയാണ്? ഈ തരത്തിൽ USA ബേസ്ഡ് ആയിട്ട് ആളുകളാണ് എന്ത് ചെയ്യുക? പൊതുവെ ഈ സമ്മാനത്തിന് അർഹരായി വരുന്നത്. ഓക്കെ, വിക്ടർ ആംബ്രോസ്, അതേപോലെ തന്നെ ഗാരി റൂക്കിൻ. ഓക്കെ, ഈ രണ്ടുപേർക്കാണ് എന്ത് കിട്ടിയത്? വൈദ്യശാസ്ത്രത്തിന് 2024 കഴിഞ്ഞ വർഷമാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. എന്ത് ചെയ്യുക? കഴിഞ്ഞ വർഷത്തെയാണ്. ഓക്കെ, 2023 2024 എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. വിക്ടർ ആംബ്രോസ് അതുപോലെ ഗാരി റൂക്കിനാണ് ഇത് വൈദ്യശാസ്ത്രത്തിന് 2024 എന്ത് കിട്ടിയത്? നൊബേൽ സമ്മാനം കിട്ടിയത്. അവർക്ക് എന്തിനായിരിക്കും കൊടുത്തത്?
ഇതേയും കൊടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ കൊടുക്കത്തില്ലല്ലോ, എന്നതിനെ കുറിച്ച് നമുക്ക് അതായിട്ട് നോക്കാം. മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനും ജീൻ പ്രവർത്തനങ്ങളെ ശരീരത്തിൽ ക്രമീകരിക്കുന്നതിനും അവയ്ക്കുള്ള പങ്കിനെ കുറിച്ചും അതേ എന്ത് ചെയ്തു പഠനങ്ങൾ നടത്തി അവിടെ എന്ത് ചെയ്തു പബ്ലിഷ് ചെയ്യുന്ന ഭാഗമായിട്ടാണ് എന്ത് ചെയ്ത് അവർക്കത് കൊടുത്തിട്ടുണ്ട്. മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനും ജീൻ പ്രവർത്തനങ്ങളെ ശരീരത്തിൽ ക്രമീകരിക്കുന്നതിൽ അവയ്ക്കുള്ള പങ്കിനുമാണ് എന്ത് കൊടുത്തത്, വൈദ്യശാസ്ത്രത്തിൽ അവർക്ക് എന്ത് കൊടുത്തത്, നൊബേൽ സമ്മാനം കൊടുത്തതാണ്. മൈക്രോ ആർ എൻ എ തന്നെ പഠിച്ചു നോക്കണം. ഓക്കെ, തൊട്ട് മുമ്പേ എന്താണ് അവരെന്ത് ചെയ്തത്, ആർ എൻ എ ആയിട്ട് ബന്ധപ്പെട്ടാണ്, mRNA ബന്ധപ്പെട്ടാണ് അവരെന്ത് ചെയ്തത് പഠനങ്ങൾ നടത്തിയത്. ഈ വട്ടം എന്താണ് mRNA ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ വർഷം എന്താണ് കോവിഡ് 2023 കോവിഡ് ആണെങ്കിൽ എന്താണ് ഇത് മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനും ജീൻ പ്രവർത്തനങ്ങളെ ശരീരത്തിൽ ക്രമീകരിക്കുന്ന അവയ്ക്കുള്ള പങ്കിനുമാണ് എന്ത് കൊടുത്തത്, വൈദ്യശാസ്ത്രത്തിൽ വിക്ടറിനും ഗാരിക്ക് എന്ത് കൊടുത്തത്, വിക്ടർ ഗാരി. ഓക്കെ, വിക്ടർ ഗാരി, നല്ല പേരല്ലേ വിക്ടർ ഗാരി. ഓക്കെ, വിക്ടർക്കും ഗാരിക്കും എന്ത് കൊടുത്തു, വിക്ടറിന് സാരി ഉണ്ടായിരുന്നു ചോദിക്കുന്നത്. ഓക്കെ, വിക്ടറിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, ആ ഭാര്യ ഡോക്ടറായിരുന്നു, അവർക്ക് എന്ത് കൊടുത്തു, അയാൾ ഒരു സാരി മേടിച്ചു കൊടുത്തു. ഓക്കെ, വിക്ടറിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, ഭാര്യയ്ക്ക് ഡോക്ടറാണ്, അവർക്ക് എന്ത് സാരി മേടിച്ചു കൊടുത്തു. ഓക്കെ, അത്രയും ഓർത്ത് വെച്ചിരുന്നത് വിക്ടർ ഗാരി. വിക്ടർക്ക് ഗാരി എന്ന് വെച്ചാൽ സാരി എന്ന് കുറച്ച് ഗാരി എന്ന് ഓർത്ത് വെക്കുക. ഗാരി എന്താണ്, ഗാരി റൂക്കിനാണ്. ഓക്കെ, അതേപോലെ തന്നെ അവർക്ക് ഡോക്ടറായിരുന്നു. ഡോക്ടർ എന്ന് പറയുമ്പോൾ എന്താണ് വൈദ്യശാസ്ത്രം, അത്രയും ഓർത്ത് മാത്രം മതി. ഓക്കെ ആണല്ലോ. അത് നമ്മൾ എന്ത് ചെയ്തു 2024 വൈദ്യശാസ്ത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. അടുത്തത് ഭൗതിക ശാസ്ത്രമാണ്. ഏതാണ്, ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ്. നമ്മൾ പറഞ്ഞ ഫിസിക്സ് പറയാൻ നമ്മൾ എന്തായാലും നൊബേൽ പ്രൈസ് പോകത്തില്ലെന്ന്. ഓക്കെ, ഭൗതിക ശാസ്ത്രം ഫിസിക്സ് കിട്ടിയതാണ് ജോൺ ജെ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡനിനാണ് എന്ത് കിട്ടിയത്, ഭൗതിക ശാസ്ത്രത്തിന് എന്ത് കിട്ടിയത്, നോബൽ പ്രൈസ് കിട്ടിയതാണ്. ഭൗതിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയ ആർക്കൊക്കെയാണ്, ജോൺ ജെ ഹോപ്ഫീൽഡിനും അതേപോലെ എന്താണ് ജെഫ്രി ഹിൻറ്റണുമാണ്. അതൊക്കെ ജെഫ്രി ഹിൻറ്റണുമാണ് എന്ത് കിട്ടിയത്, ഈ സമ്മാനം കിട്ടിയത്. ഓക്കെ, അതേപോലെ തന്നെ ജോൺ ജെ ഹോപ്ഫീൽഡ് ഏത് രാജ്യക്കാരാണ്, USA കാരനാണ്. ജെഫ്രി ഹിൻറ്റൺ ഏത് രാജ്യക്കാരാണ്, ബ്രിട്ടീഷ് കനേഡിയൻ ആണ്. ആരാണ്, ബ്രിട്ടീഷ് കനേഡിയൻ മാത്രമേ എഴുതരുത്, ബ്രിട്ടീഷ് മാത്രമേ എഴുതരുത്. ആരാണ്, ബ്രിട്ടീഷ് കനേഡിയൻ ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും, നിങ്ങൾക്ക് ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഗെയിം ഓഫ് ത്രോൺസോടൊക്കെ സീരീസുകൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ചിലപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പേരുകളാണ് എന്ത്, ജോണും ജെഫ്രി അല്ലേ. കണ്ടിട്ടുള്ളവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഓക്കെ, അവർക്ക് ക്വസ്റ്റ്യനോട് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ജോണും ജെഫ്രിയും രണ്ട് പേരുകളാണ്. ഓക്കെ, ആ രണ്ട് പേർക്കാണ് എന്ത് കിട്ടിയത്, അവർക്ക് വലിയ കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ട് അവർക്ക് എന്ത് കിട്ടി, രണ്ട് രാജാക്കന്മാർക്ക് എന്ത് കൊടുത്ത്, ഫിസിക്സിന് എന്ത് ചെയ്യുക, നൊബേൽ സമ്മാനം കൊടുത്ത് വിട്ടു. ഓക്കെ, അങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ, ജോണിനും ജെഫ്രിക്ക് എന്ത് കൊടുത്തു, നൊബേൽ സമ്മാനം കൊടുത്തു. എന്തിന്, ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം കൊടുക്കുന്നു. ഓക്കെ, അവരെന്തിനായിരിക്കും കൊടുത്തത്, ചർച്ച ചെയ്യാം. എന്താണ് കൊടുത്തത്, നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് പ്രത്യേകിച്ച് മെഷീൻ ലേണിംഗ് അറിയാൽ ഇവരെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മെഷീൻ ലേണിംഗ് എന്ന് പറയുക. മെഷീൻ ലേണിംഗ് അടിസ്ഥാനമായ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് വികസിപ്പിച്ചതിനാണ് എന്ത് കൊടുത്തത്, ഇവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യുക, ഭൗതിക ശാസ്ത്രത്തിന് എന്ത് കൊടുത്തത്, നൊബേൽ പ്രൈസ് കൊടുത്തത്. ഓക്കെ, ഏതൊക്കെയാണ്, ജോണും ജെഫ്രിയും. ഓക്കെ, അറിയാലോ, ജോൺ ഏതാണ് USA, ജെഫ്രി ഏതാണ് ബ്രിട്ടീഷ് കനേഡിയൻ. എന്തിനാണ് കൊടുത്ത്, നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് മെഷീൻ ലേണിംഗിൽ രംഗത്ത് എന്ത് ചെയ്തു, അടിസ്ഥാനമായിട്ട് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് വികസിപ്പിച്ചതിനാണ് എന്ത് കൊടുത്തത്, അവർക്ക് നൊബേൽ സമ്മാനം കൊടുത്തത്. ഓക്കെ, അടുത്തത് ഏതാണ്, അസ്യൂഷ്യൽ രസതന്ത്രം. ഓക്കെ, രസതന്ത്രം അല്ലെങ്കിൽ എന്ത്, കെമിസ്ട്രി. ഓക്കെ, കെമിസ്ട്രി ആർക്കാണ് കിട്ടിയത്, ഡേവിഡ് ബെക്കർ. ആരാണ്, ഡേവിഡ് ബെക്കർ. ഓക്കെ, ബെക്കാം എന്നൊന്നും പറയില്ല, ബെക്കാമൊന്നും അല്ല. ഓക്കെ, ഡേവിഡ് ബെക്കറാണ്. ഡേവിഡ് ബെക്കർ ഏതാണ്, USA കാരനാണ്. ഓക്കെ, അദ്ദേഹത്തിന് എന്താണ് രസതന്ത്രത്തിന് എന്തിനാണ് കൊടുത്തത്, അതേ ഒരു ചെറിയൊരു ഫീൽഡ്. അപ്പോൾ ബാക്കിയുള്ള 3 പേരുടെ പേരും കൂടെ കാണാൻ പറ്റാണ്, ഡേവിഡ് ബെക്കർ, അല്ലെങ്കിൽ ഡെമിസ് ഹസാബിസ്, അതേപോലെ തന്നെ എന്താണ് ജോണം ജമ്പർ. ഓക്കെ, ജോണം ജമ്പർ, അതേപോലെ തന്നെ ഡെമിസ് ഹസാബിസ്, അതേപോലെ ഡേവിഡ് ബേക്കർ. ഈ 3 പേർക്കാണ് എന്ത് കൊടുത്തത്, രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം കൊടുത്തത്. ഓക്കെ, ഇതിനകത്ത് ഡെമിസ് ഹസാബിസിന് അതേപോലെ ജോണം ജമ്പറിന്. ഓക്കെ, ഡേവിസ് ഹസാബിസിന് ജോണം ജമ്പറിന് എന്താ വേറെ പ്രത്യേകിച്ച് മറ്റൊരു വിഷയത്തിൽ എന്ത് ചെയ്യുക, കണ്ടുപിടുത്തങ്ങൾ നടത്തിയതിനും ഡേവിഡ് ബെക്കറിന് എന്ത് ചെയ്യുക, ഒരു പ്രത്യേകമായിട്ട് ഒരു വിഷയത്തിൽ അദ്ദേഹം തന്നെ എന്ത് ചെയ്യാം, പഠനം നടത്തിയ വിഷയങ്ങൾക്കാണ് എന്ത് കൊടുത്തത്, നൊബേൽ സമ്മാനം കൊടുത്തത്. സാധാരണ നമ്മൾ ഇത്ര നേരം കണ്ടുവന്നത് ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്ന ഉദ്ദേശിച്ച് ഏകദേശം ഒരേ വിഷയത്തിൽ തന്നെ എന്ത് ചെയ്യാം, റിസർച്ചുകൾ നടത്തുന്നവരായിരുന്നു. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡേവിഡ് ബെക്കർ ഏതാണ്, കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിങ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തിന് ഡേവിഡ് ബെക്കറിന് എന്ത് കൊടുത്തത്, കെമിസ്ട്രിയിൽ നൊബേൽ സമ്മാനം കൊടുത്തത്. പക്ഷേ ബാക്കിയുള്ള 2 പേർക്കോ, ഡെമിസ് ഹസാബിസിന് അതുപോലെ ജോൺ ജെ ജമ്പറിന് എന്തിനാണ് കൊടുത്തത്, ജോൺ ജമ്പറിന് എന്താണ് കൊടുത്തത്, എന്താണ് പ്രോട്ടീൻ ഘടന പ്രവചിച്ചതിനാണ്. ഓക്കെ, പ്രോട്ടീൻ്റെ ഘടന പ്രവചിച്ചതിനാണ് എന്ത് കൊടുത്തത്, ഓക്കെ സ്ട്രക്ചറാണ്. ഓക്കെ, ഇതിൻ്റെ സ്ട്രക്ചർ പഠിച്ചാണ്. ഓക്കെ, പ്രോട്ടീൻ്റെ ഘടന. അപ്പോൾ നമ്മളൊക്കെ അറിയാമായിരിക്കും, നമ്മുടെ DNA ഒക്കെ പ്രോട്ടീൻ ആണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. DNA അതേപോലെ അതിൻ്റെ സ്റ്റാൻഡേർഡുള്ള RNA നിങ്ങളെക്കുറിച്ച് പറയേണ്ടതല്ലോ അല്ലേ. ഡയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓരോ
പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് ഡിമ്മിസ് സസാബീസിന് അതുപോലെ ജോൺ ജമ്പറിനാണ് എന്ത് കൊടുത്തത്? അവർ എന്ത് ചെയ്ത് തന്നെ പ്രോട്ടീൻ ഘടന പ്രവചിച്ചതിനാണ്. ഓക്കെ, എന്താണ് പ്രോട്ടീൻ ഘടന പ്രവചിച്ച പ്രോട്ടീൻ്റെ ഘടനയെക്കുറിച്ച് എന്ത് ചെയ്യുക പ്രവചിച്ചതിനാണ് അവർ കൊടുത്തത്. അവർക്ക് രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം കൊടുത്തു. അതേസമയം ഡേവിഡ് ബെക്കറിന് എന്താണ് കൊടുത്തത്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനാണ്. ഓക്കെ, രണ്ടും പ്രോട്ടീനാണ്. ഒന്ന് സ്ട്രക്ചർ പ്രഡിക്ഷനും ഒന്ന് പ്രോട്ടീൻ ഡിസൈനിനും, ഒന്ന് ഡിസൈൻ ചെയ്തതിനും ഒന്ന് പ്രിഡിക്റ്റ് ചെയ്തതിനും. ഒന്നുമില്ല, ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് തുണി തയ്ച്ചിടുന്നതിനും മറ്റൊന്ന് തുണി തയ്ച്ച ഒരാൾ ഇട്ടുകൊണ്ട് വരുമ്പോൾ എന്താണ് അവരെക്കുറിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിനും. ഓക്കെ, അവരെന്ത് ഇട്ടുകൊണ്ട് വരും എന്നുള്ളത് ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്നതിനും അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പം മറ്റെന്തെങ്കിലും രീതിയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മുടെ എന്താ ഡിമ്മിസും ജോണും കൂടെ ബേക്കറിയിൽ പോയെന്നോ അങ്ങനെ എന്താണ് രസം കഴിക്കാൻ വേണ്ടി ബേക്കറിയിൽ പോയതൊക്കെ വളരെ ലോജിക്കില്ലാത്ത രീതിയിലൊക്കെ എന്ത് ചെയ്യുക ഓർത്തൊക്കെ വെക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെ ലോജിക്കില്ലാത്ത രീതിയിൽ എന്ത് ഓർത്തൊക്കെ വെച്ചാലൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ, പരീക്ഷയ്ക്ക് ഈ പേരുകളൊക്കെ ഓർത്തിരിക്കത്തുള്ളൂ. ഓക്കെ, അടുത്തത് സാഹിത്യത്തിനാണ്. ഓക്കെ, സാഹിത്യത്തിന് ആർക്കാണ് കിട്ടിയത്? സാഹിത്യത്തിന് ആർക്കാണ്? ഹാങ് കാങ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഹാങ് കാങ് ഏതാണ്? പുള്ളി ഏതായാലും ഒന്നെങ്കിൽ ചൈന ആയിരിക്കും, ജപ്പാൻ ആയിരിക്കും, അല്ലെങ്കിൽ കൊറിയ ആയിരിക്കും. ഏതാണ്? ഇപ്പോഴും വ്യത്യാസമൊന്നുമില്ല. ആർക്കാണ്? സൗത്ത് കൊറിയയിലെ ആളുകൾക്കാണ്. ആർക്കാണ്? ഹാങ് കാങ് ആർക്കാണ്? സൗത്ത് കൊറിയയാണ്. ചിലപ്പോൾ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ജപ്പാനെന്നും അതുപോലെ ചൈനയെന്നും മംഗോളിയ എന്നൊക്കെ പറഞ്ഞിടും. ഓക്കെ, എന്താണ്? സൗത്ത് കൊറിയ ആണ്. നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയായിരിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക, സൗത്ത് കൊറിയ ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് എന്താണ്? അവസാനമായിട്ട് എന്താണ്? സമാധാനം. ആർക്കാണ്? നിഹോൺ ഹിഡൻക്യോ ആണ്. നിഹോൺ ഹിഡൻക്യോയ്ക്കാണ് എന്ത് കൊടുത്തത്? സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം 2024 കൊടുത്തത്. അദ്ദേഹം ഏതാണ്? ഹിഡൻക്യോ. അതൊക്കെയാണ് നിഹോൺ ഹിഡൻക്യോ എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ അറിയാം. അത്യാവശ്യം അനിമയൊക്കെ കാണുന്നവർക്കൊക്കെയാണ് ഈ പേരുകളൊക്കെ അത്യാവശ്യം കണക്ട് ചെയ്യാൻ പറ്റില്ല. ജാപ്പനീസ് പേരുകളൊക്കെ അത്യാവശ്യം കണക്ട് ചെയ്യാൻ പറ്റില്ല. നിഹോൺ ഹിഡൻക്യോ എന്ന് പറയുന്നതാണ് ജാപ്പനീസുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തിനായിരിക്കും കൊടുത്തത്? ആണവായുധ വിമുക്ത ലോകത്തിനായുള്ള പ്രവർത്തനങ്ങൾക്കും ആണവായുധങ്ങൾ ഇനി ഒരിക്കലും ഉപയോഗിക്കരുതെന്ന സാക്ഷ്യപ്പെടുത്തലിലൂടെയും എന്ത് ചെയ്യാം, സാക്ഷ്യപ്പെടുത്തലുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന് എന്ത് കൊടുത്തത്? ഇതിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൊടുത്തത്. അതേപോലെ മറ്റൊരു കാര്യം ഓർത്തിരിക്കാം, ഹിരോഷിമ നാഗസാക്കി. അറിയാലോ, അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തോടുകൂടി അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും വലിയൊരു ബോംബ് നടത്തിയ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കുമല്ലോ. ഹിരോഷിമ നാഗസാക്കി അണുബോംബ് ആക്രമണങ്ങളെ അതിജീവിച്ച ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത് ഇവരുടെ സംഘടന. ഓക്കെ, ഈ നിഹോൺ ഹിഡൻക്യോയുടെ മറ്റു സംഘടനകൾ എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം പ്രവർത്തിച്ചു പോകുന്ന സംഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം ഹിരോഷിമ നാഗസാക്കി ഇത്തരത്തിലുള്ള അണുബോംബുകൾ വിതയ്ക്കുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യം നിങ്ങൾക്കും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? ഹിരോഷിമ നാഗസാക്കി അണുബോംബ് ആക്രമണങ്ങൾ അതിജീവിച്ചിട്ടുള്ള സംഘടനയിലെ അംഗമായിട്ടുള്ള നമ്മുടെ നിഹോൺ ഹിഡൻക്യോയ്ക്ക് എന്താണ്? ആണവായുധ വിമുക്ത ലോകത്തിനായുള്ള പ്രവർത്തനങ്ങൾക്കും ആണവായുധങ്ങൾ ഇനി ഒരിക്കലും പ്രയോഗിക്കരുതെന്ന സാക്ഷ്യപ്പെടുത്തലിലൂടെയും അദ്ദേഹം എന്ത് നേടിയെടുത്തു? നൊബേൽ സമ്മാനം നേടിയെടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നിരിക്കുന്നത് എന്താണ്? 2023, 2024 പ്രധാന നൊബേൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണ്? ഇത് വളരെ കുഞ്ഞൊരു വീഡിയോ ആണ്. എന്താണ് നിങ്ങൾക്ക് ബേസിക് ഒരു ഐഡിയ, ഓക്കെ, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, അതായത് നമ്മുടെ PSC, SSC, UPSC പോലുള്ള മത്സര പരീക്ഷകളിൽ ഓക്കെ ചോദിച്ചു വരുന്ന നൊബേൽ സമ്മാനം പോലുള്ള ഒരു കാറ്റഗറിയാണ്. വളരെ ചിലപ്പോൾ ചിലപ്പോൾ കണ്ടില്ലെന്ന് ഇരിക്കാം. ഓക്കെ, പക്ഷേ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം വരാം. ഓക്കെ, ഈ വരുന്ന ഈ നൊബേൽ സമ്മാനം ഈ കാറ്റഗറിയിൽ എന്ത് ചെയ്യുക, ഈ പ്രമുഖമായിട്ടുള്ള ഈ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധ ചെലുത്തുക. ഓക്കെ, ഇത് വളരെ ചെറിയ വീഡിയോ ആണ്. കുറച്ച് നിങ്ങളൊന്ന് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊരു കോഡ് ഭാഷ നിങ്ങളുടേതായ രീതിയിൽ കോഡ് ഭാഷ നിങ്ങൾ ഡെവലപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇതൊന്ന് കാരണം നിങ്ങളെ കൊണ്ട് ഇത് പറ്റും. ഓക്കെ, അതിന് തിരിഞ്ഞതിന് മുമ്പ് നമ്മുടെ AZB അക്കാഡമി നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDC ലോങ് ടേം ബാച്ച് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും അല്ലേ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDC ലോങ് ടേം ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ, അതേപോലെ ഈ ലോങ് ടേം ബാച്ചിലേക്ക് കയറി കഴിഞ്ഞാൽ ഗുണങ്ങളൊക്കെ എന്തൊക്കെയാ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, മോക്ക് ടെക്സ്റ്റുകളുണ്ട്, അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും റിവൈസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഏത് ലെവൽ രീതിയിൽ ചോദ്യങ്ങൾ വരാമെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവിടെ നിന്നൊക്കെയാണ് മുൻവർഷ കാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതെന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്ത് ചെയ്യുക, അപ്പം ഇത്തരത്തിലുള്ള ഫെസിലിറ്റികൾ നമ്മൾ പ്രൊവൈഡ് അതേപോലെ മെൻറ്റർഷിപ്പ് സപ്പോർട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല, അങ്ങനെയുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എന്ത് പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെൻറ്റർ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തരണം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാകട്ടെ അതെല്ലാം എന്ത് ചെയ്യും നമ്മൾ തരണം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ ജോലി നമ്മൾ എന്ത് ചെയ്യും നേടിയെടുക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറുമായിട്ടുള്ള നമ്മുടെ AZB അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ മുകളിൽ കാണുന്ന എന്ത് ചെയ്യുക നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം ഞങ്ങളെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.